കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടൈപ്പ് എലിപ്സ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. ഇറ്റ്സ് ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. Relationship between ABs is a square equal to b square plus c square. Foci plus or minus c0. Vertices plus or minus a0. Length of major axis equal to 2a. Length of minor axis equal to 2b. Length of latus rectum 2b square by a. Eccentricity E equal to C by A. Okay. Now second type ellipse. Major axis along y axis. Its equation is x square divided by b square plus y square divided by a square equal to 1. Foci are given by, foci are 0 plus or minus c. Foci are on y axis. So 0 plus or minus c. Vertices are 0 plus or minus a. Now relationship between ABs is a square equal to b square plus c square. Length of major axis 2a, length of minor axis 2b, length of latus rectum 2b square by a, eccentricity E equal to c by a. ഈ കാര്യങ്ങളെല്ലാം രണ്ടിനും സെയിം ആണ്. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഈ 5 കാര്യങ്ങളും രണ്ട് എലിപ്സിന് സെയിം ആണ്. വ്യത്യാസം വരുന്നത് ഫസ്റ്റ് എലിപ്സിന് മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസിന്റെ മുകളിലാണ് മേജർ ആക്സിസ്. സെക്കൻഡ് എലിപ്സിന് മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഫസ്റ്റ് ടൈപ്പ് ആണോ സെക്കൻഡ് ടൈപ്പ് ആണോ എന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ കണ്ടാലും നമുക്ക് മനസ്സിലാകും രണ്ട് കേസിലും എ ഗ്രേറ്റർ ദാൻ ബി ആണ്. രണ്ടിലും എ ഗ്രേറ്റർ ദാൻ ബി ആണ്. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതാണെങ്കിൽ അത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതാണോ നോക്കാം. എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുക. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതായി കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ ആണ് വലുതെങ്കിൽ അത് സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. അങ്ങനെയാണ് നമ്മൾ എലിപ്സിനെ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ, the vertices, length of major axis, length of minor axis, the eccentricity, length of latus rectum of the ellipse, x square by 25 plus y square by 9 equal to 1. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ, വെർട്ടിസസ്, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ലാറ്റസ് റെക്ടം, ഇവയുടെ ലെങ്ത് കണ്ടുപിടിക്കണം, എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ 25 ആണ്, വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ 9 ആണ്. ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യാം. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതാണ്. സോ മേജർ ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതായി കഴിഞ്ഞാൽ മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. അതിന്റെ ജസ്റ്റ് ഒരു റഫ് ഫിഗർ സൈഡിൽ വരച്ചു വെക്കാം. ഓക്കെ, കറക്റ്റായ ഫിഗർ വരക്കണമെന്നൊന്നുമില്ല. ഒരു എലിപ്സ് വരക്കാം. നമുക്ക് മനസ്സിലാവേണ്ടത് മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ഈ ഷേപ്പിൽ വരണം. മേജർ ആക്സിസ് എക്സ് ആക്സിസിന്റെ മുകളിലാണെന്ന് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ ഒരു ചെറിയ റഫ് ഫിഗർ സൈഡിൽ വരച്ചു വെക്കണം. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ ഓഫ് എലിപ്സസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ ഈക്വൽ ടു 25, ബി സ്ക്വയർ ഈക്വൽ ടു 9. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുക. എ സ്ക്വയർ ഈക്വൽ ടു 25, വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബി സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് കിട്ടും. സോ എ ഇസ് ഈക്വൽ ടു, ടേക്കിംഗ് സ്ക്വയർ റൂട്ട്, എ ഇസ് ഈക്വൽ ടു 5, ബി ഇസ് ഈക്വൽ ടു 3. ഇവിടെ പ്ലസ് ഓർ മൈനസ് 5 പ്ലസ് ഓർ മൈനസ് 3 എടുക്കേണ്ട ആവശ്യമില്ല. എ എന്ന് പറയുന്നത് ഒറിജിൻ നിന്നും നമ്മുടെ വേർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇസ് പോസിറ്റീവ്. സോ എ ഇസ് ഈക്വൽ ടു 5 എന്ന് മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, എ ഇസ് ഈക്വൽ ടു 5. Now write relationship between A, B, C is A square equal to B square plus C square. From this equation we get C square equal to, okay, C square, ഈ B square നെ ഇപ്പുറത്തേക്ക് എടുക്കണം. C square equal to A square minus B square. C square ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയും ബിയും അറിയാം, C അറിയില്ല. C കണ്ടുപിടിക്കണം. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് എടുക്കണം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. സോ സി സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 9
A square 25 ആണ്, B square 9 ആണ്. So 25 minus 9 which is 16. So C is equal to 4. Root of 16 which is equal to 4. So C is equal to 4. So foci equal to plus or minus C0, that is equal to plus or minus 40. Foci equal to plus or minus 40. Vertices equal to plus or minus A0, that is equal to A5 on. So plus or minus 50. Vertices is plus or minus 50. Eccentricity E equal to C by A. C is 4, A is 5. So 4 by 5. 4 by 5 is less than 1. In the case of ellipse, eccentricity is less than 1. ആ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചേക്കണം. Eccentricity for ellipse is less than 1. 4 by 5 is clearly less than 1. Ellipseന്റെ കാര്യത്തിൽ less than 1 ആണ്. Hyperbola. For hyperbola, eccentricity is greater than 1. For parabola, eccentricity is equal to 1. ആ 3 കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എലിപ്സിന്റെ കാര്യത്തിൽ E less than 1. ആ ഒരു കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. Length of major axis is 2a, that is 2 into 5 which is equal to 10. Length of minor axis equal to 2b which is equal to 2 into 3 equal to 6. Now length of latus rectum equal to 2b square by a which is equal to 2 into 9 divided by 5. b square value 9 ആണ്, a 5 ആണ്. So 2 into 9 by 5 which is equal to 18 by 5. Find the coordinates of foci, vertices, the length of major axis, minor axis and eccentricity of the ellipse 9x square plus 4y square equal to 36. അപ്പോൾ നമ്മൾ ആൻസർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വേണം ഇക്വേഷൻ ഓഫ് എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇത് ഏതെങ്കിലും ഈ രണ്ടിൽ ഏതോ ഒരു ടൈപ്പാണ്. അപ്പം നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ആ ഫോമിൽ ഇല്ല, ഈ ഫോമിലേക്ക് കൊണ്ടുവരണം. അതായത് RHSൽ 1 വരണം. തന്നിരിക്കുന്ന ഇക്വേഷൻ 9x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 36. ഇതാണ് ഇക്വേഷൻ. RHSൽ 1 വരണമെങ്കിൽ, ഇവിടെ 1 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ടേംസിനെയും 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9x square divided by 36, 4y square divided by 36 equal to 36 divided by 36. 36 by 36 1 ആയിട്ട് വരും. ഇവിടെ 9 ക്യാൻസൽ ചെയ്യാം, x square by 4 എന്ന് വരും. ഇവിടെ 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ y square divided by 9 എന്ന് വരും. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. x square by 4 plus y square by 9 equal to 1. 9ഉം 36 ഉണ്ട്. 9 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 4 വരും. 9 into 4 ആണ് 36. 4 into 9 36. അപ്പോൾ 4 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 9 വരും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ വന്നാൽ നമ്മളെ ഇക്വേഷൻ ഇരിക്കുന്നത് സെക്കൻഡ് ഫോം ആണ്. അത് ശ്രദ്ധിച്ചോളണം. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ ചെറുതാണ്, വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതാണ്. ഇത് രണ്ടാമത്തെ സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഫോക്കയും വേർട്ടിസസും മാറും. ഫോക്കയും വേർട്ടിസസും വരുന്നത് വൈ ആക്സിസിന്റെ മുകളിലാണ്, എക്സ് കോർഡിനേറ്റ് 0 ആണ്. ആ കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം. സോ ഇക്വേഷൻ ഓഫ് എലിപ്സിസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 1. ദിസ് ഈസ് ഓഫ് ദ ഫോം എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. സൈഡിൽ ഒരു റഫ് ഫിഗർ വരച്ച് വെച്ചേക്കണം. ഓക്കെ, ഇതുപോലെ ഇത് ഞാൻ കറക്റ്റ് ഫിഗറാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ കറക്റ്റ് ഫിഗർ വരക്കണം എന്നൊന്നുമില്ല, ഒരു റഫ് ഫിഗർ കൈകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം. എന്താന്ന് മനസ്സിലാവേണ്ടത്? മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ വരണം. മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ് ആവണം. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാം. ബി സ്ക്വയർ ഈക്വൽ ടു 4, എ സ്ക്വയർ ഈക്വൽ ടു 9. ബി സ്ക്വയർ ഈക്വൽ ടു 4, എ സ്ക്വയർ ഈക്വൽ ടു 9. So b is equal to 2, a is equal to 3. a is greater than b ആണ് എപ്പോഴും. ഓക്കെ, എലിപ്സിന്റെ കാര്യത്തിൽ a is greater than b. a is 3, b is 2. Clearly a is greater than b. Now relationship between a, b, c.
relationship between A, B, C is A square equal to B square plus C square. Now from this equation, നമുക്ക് C square കണ്ടുപിടിക്കേണ്ടത് C square equal to A square minus B square. ഈ B square ഇങ്ങോട്ടേക്ക് എടുത്തത് A square minus B square വരും. So that is equal to 9 minus 4 which is equal to 5. So C is equal to root of 5. Okay, C square ആണ് 5. C is equal to root 5. ശ്രദ്ധിക്കണേ, നമ്മൾ ചെയ്ത് വരുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ C equal to 5 തന്നെ എടുത്ത് പോകും. പക്ഷെ ഇവിടെ C square ആണ് 5. C is equal to root 5. So ഫോക്കൈ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, y ആക്സിസിന്റെ മുകളിലാണ് 0 പ്ലസ് ഓർ മൈനസ് c, ദാറ്റ് ഇസ് 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5. Vertices 0 plus or minus a, that is equal to 0 plus or minus 3. Eccentricity E equal to c by a, E equal to c by a, c is equal to root 5, a is equal to 3, root 5 by 3. Length of major axis എന്താണ് 2a ആണ്, 2 into 3 which is equal to 6. Length of minor axis equal to 2b, that is 2 into 2 equal to 4. Length of latus rectum 2b square by a, that is 2 into 4 divided by a is 3. b square is 4. 2 into 4 divided by 3, that is 8 by 3. 8 by 3. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 11.3ലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. In each of the following, find the coordinates of the foci, vertices, length of major axis, minor axis, eccentricity and length of latus rectum. First one, x square by 36 plus y square by 16 equal to 1. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ 36 ആണ്, y സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ 16 ആണ്. 36 is clearly greater than 16. So this is first type ellipse. ആദ്യത്തെ ടൈപ്പ് എലിപ്സ് ആണ്. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. അതിന്റെ ഒരു ഗ്രാഫ്, ഒരു റഫ് ഫിഗർ സൈഡിൽ വരച്ച് വെച്ചേക്കണം. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആയിരിക്കണം. ഓക്കെ, എക്സ് ആക്സിൽ വരുന്ന ഈ ലെങ്ത് എ ബി, ഇവിടെയാണ് നമ്മുടെ എ ബി ഇരിക്കുന്നത്, വേർട്ടിസസ് ഇരിക്കുന്നത്. അതാണ് നീളം കൂടിയ ആക്സിസ്, മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. Then write standard equation x square by a square plus y square by b square equal to 1. Standard equation is x square by a square plus y square by b square equal to 1. Now comparing these two equations, a square equal to 36, a equal to 6, b square equal to 16, b equal to 4, b is equal to 4. Now relationship between ABC. Relationship between ABC is a square equal to b square plus c square. From this equation, c square equal to a square minus b square, that is 36 minus 16. Okay, a square is 36, b square is 16. 36 minus 16 is 20. So c is equal to root of 20, that is root of 20 is 4 into 5. 20 is 4 into 5. So this is root 4 into root 5. Root 4 is 2. So 2 root 5. C is equal to 2 root 5. അപ്പോൾ നമ്മുടെ A 6 ആണ്, B 4 ആണ്. A equal to 6, B equal to 4, C equal to root 20. Coordinates of foci. Coordinates വരുന്നത്. Okay. Major axis along x axis. So coordinates of foci is plus or minus C0. Plus or minus C0 which is equal to plus or minus root 20, 0. Coordinates of foci plus or minus root 20, 0. Coordinates of vertices plus or minus A0, that is plus or minus A is 6. So plus or minus 6, 0. Length of major axis is 2A. 2 into 6 equal to 12. Length of minor axis is 2B. 2 into 4 equal to 8. Eccentricity E equal to C by A. C is equal to root 20. A is equal to 6. So root 20 divided by 6. Okay, root 20 divided by 6. Length of latus rectum is 2b square by A. That is 2 into b square is 16. A is 6.
b square, b is 4, b square is 16. So ഇവിടെ ഒരു 2 cancel ചെയ്ത് പോകും. 16 divided by 3 എന്ന് വരും. So length of lattice rectum is 16 divided by 3. Second one, x square by 4 plus y square by 25 equal to 1. So ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ ചെറുതാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്ന് എഴുതണം. ബി ചെറുതാണ്. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ. വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതാണ്. അവിടെ നമ്മൾ എ സ്ക്വയർ എന്ന് എഴുതണം. ഇത് സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സെക്കൻഡ് ടൈപ്പ് ഇക്വേഷൻ, സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. അപ്പൊ അതിന്റെ ഫിഗർ ഒന്ന് വരച്ചു വെക്കാം. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ plus y square divided by a square equal to 1. So b square equal to 4, b is equal to 2. a square equal to 25, a is equal to 5. ഇനി നമ്മൾ സിയും കൂടി കണ്ടുപിടിക്കണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബി സി ഇസ് a square equal to b square plus c square. So c square equal to a square minus b square. That is a square is 25, b square is 4. 25 minus 4 is 21. So c is equal to root 21. c is equal to root 21. അപ്പോൾ നമുക്ക് മൂന്ന് വാല്യൂസും കിട്ടി. a is 5, b is 2, c is equal to root 25. a is equal to 5, b is equal to 2, c is equal to root 21. ഈ മൂന്ന് വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 6 കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഫോക്കൈ ശ്രദ്ധിക്കേണ്ടത് മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്. സോ ഫോക്കൈ 0 plus or minus c, that is 0 plus or minus root 21. Vertices are along y axis. So vertices are 0 plus or minus a, that is 0 plus or minus 5. Length of major axis is 2a. 2 into 5 equal to 10. Length of minor axis is 2b. 2 into 2 equal to 4. Eccentricity E equal to C by A. C is root 21, A is 5. So root 21 by 5. Length of lattice rectum 2b square by A. That is 2 into b is 2, b square is 4, A is 5. So 8 by 5. 2b square, 2 into 4 is 8, 8 by 5. 2b square by A is 8 by 5. ഇതെല്ലാവരും സ്വന്തമായിട്ട് ചെയ്തേ. Equation is x square by 16 plus y square by 9 equal to 1. x square ഡിനോമിനേറ്റർ വലുതാണ്. അപ്പോൾ നമ്മുടെ എലിപ്സ് വരുന്നത് ഇതുപോലെയാ. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. എന്നിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതണം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. സോ എ സ്ക്വയർ ഈക്വൽ ടു 16, ബി സ്ക്വയർ ഈക്വൽ ടു 9, a is equal to 4, b is equal to 3. Now relationship between a, b, c is a square equal to b square plus c square. So c square equal to a square minus b square. A square 16, b square 9, 16 minus 9 is 7. So c is equal to root 7. c is equal to root 7. A is equal to 4, b is equal to 3, c is equal to root 7. Okay. അപ്പോൾ ഇത് a ആണ് വലുത് ഇവിടെ. സോറി. ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. സോ ഫോക്കൈ പ്ലസ് ഓർ മൈനസ് c0, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് 7 0. വേർട്ടിസസ് പ്ലസ് ഓർ മൈനസ് a0. രണ്ട് വേർട്ടിക്സ് ഉണ്ട് അല്ലേ, എയും ബിയും. ഒന്നിന്റെ കോർഡിനേറ്റ്സ് a0 ആയിരിക്കും, മറ്റത് മൈനസ് a0 ആണ്. രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് a0 വരുന്നത്. പ്ലസ് ഓർ മൈനസ് a0 എന്ന് എഴുതുന്നത് ആ രണ്ടെണ്ണം ചേർത്തിട്ടാണ്. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 4 0. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് പ്ലസ് ഓർ മൈനസ് 4 0. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, 2 into 4 equal to 8. Length of minor axis 2b, 2 into 3 equal to 6. Eccentricity E equal to c by a. C is root 7, a is 4. Length of lattice rectum is 2b square by a. That is equal to 2 into 9 divided by 4. b is 3, b square is 9. 2 into 9, a is 4. So 2 into 9 by 4. അപ്പോൾ ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകും, 9 by 2 എന്ന് വരും. So answer is 9 by 2. അടുത്തത് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 100 ഈക്വൽ ടു 1. ഇത് ഏത് ടൈപ്പ് എലിപ്സാ? ഫസ്റ്റ് ടൈപ്പ് ആണോ സെക്കൻഡ് ടൈപ്പ് ആണോ? സെക്കൻഡ് ടൈപ്പ് ആണ്. അപ്പൊ അതിന്റെ ഗ്രാഫ് റഫ് ഫിഗർ നമ്മൾ ആദ്യം വരയ്ക്കണം. സെക്കൻഡ് ടൈപ്പ് ആണ്. മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്.
എന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതണം. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഏതാണോ വലുത് അതിനെ എ സ്ക്വയർ ആയിട്ട് എടുക്കണം, ചെറുതിനെ ബി സ്ക്വയർ ആയിട്ട് എടുക്കണം. ബി സ്ക്വയർ ഈക്വൽ ടു 25, എ സ്ക്വയർ ഈക്വൽ ടു 100, ബി ഈസ് ഈക്വൽ ടു 5, എ ഈസ് ഈക്വൽ ടു 10. Relationship between A, B, C is A square equal to B square plus C square. So C square equal to A square minus B square. A square 100, B square 25. 100 minus 25 is 75. So C is equal to root of 75. Root 75. A is equal to 10, B is equal to 5, C is equal to root 75. Second type ellipse ആണ്. So coordinates of foci 0 plus or minus c, which is 0 plus or minus c, that is root 75. Vertices വരുന്നത് y axis മുകളിലാണ്. So 0 plus or minus a, that is 0 plus or minus 10. Length of major axis 2a, 2 into 10 equal to 20. Length of minor axis 2b, 2 into 5 equal to 10. Eccentricity e equal to c by a. C is root 75, A is equal to 10, root 75 by 10. Length of lattice rectum is 2b square by A, that is 2 into B is 5, B square is 25, A is 10. ഇവിടെ 2 നമുക്ക് ആദ്യം ക്യാൻസൽ ചെയ്യാം, 2 by 5 എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2 by 5. 2ഉം ഇവിടെ 10 ഉണ്ട്, 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ 5 വരും. 25 by 5 is 5. x square by 49 plus y square by 36 equal to 1. ഇത് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. സെക്കൻഡ് ടൈപ്പ് ആണിത്. എക്സ് സ്ക്വയർ ബൈ 100 പ്ലസ് വൈ സ്ക്വയർ ബൈ 400 ഈക്വൽ ടു 1. എഴുതിയെടുത്തോളൂ. ആറാമത്തെ പ്രോബ്ലം എക്സ് സ്ക്വയർ ബൈ 100 പ്ലസ് വൈ സ്ക്വയർ ബൈ 400 ഈക്വൽ ടു 1. ഏഴാമത്തെ പ്രോബ്ലം എഴുതിയെടുത്തോളൂ. സെവൻത് വൺ 36 എക്സ് സ്ക്വയർ പ്ലസ് 4 വൈ സ്ക്വയർ ഈക്വൽ ടു 144. 36 x square plus 4 y square equal to 144. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് അറിയാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ഓർ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. എന്തായാലും ആർ എച്ച് എസിൽ 1 വരണം. അപ്പോൾ ആർ എച്ച് എസിൽ 1 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ടേംസിനെയും 144 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 36 x square divided by 144 plus 4 y square divided by 144 equal to ഇപ്പുറത്തെ സൈഡ് 144 divided by 144 വരും, 1 വരും. അപ്പോൾ 36 144ൽ ക്യാൻസൽ ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യാം. നമുക്കിവിടെ ആദ്യം 6 ക്യാൻസൽ ചെയ്യാം. 6 എക്സ് സ്ക്വയർ 6 into 2 12, ഞാൻ 24 ഉണ്ടാകും. 6 into 4 ഒന്നും കൂടി ക്യാൻസൽ ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം 2 ക്യാൻസൽ ചെയ്യാം. 72 ഈക്വൽ ടു 1. അപ്പോൾ 6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി 6 ക്യാൻസൽ ചെയ്യാം. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 വരും. ഇവിടെ വൈ സ്ക്വയർ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 36 എന്ന് വരും ഈക്വൽ ടു 1. ഓക്കെ, ആദ്യം 6 ക്യാൻസൽ ചെയ്തു ഇവിടെ, പിന്നെ ഒന്നും കൂടി 6 ക്യാൻസൽ ചെയ്തു. എക്സ് സ്ക്വയർ ബൈ 4 എന്ന് വന്നു. ഇവിടെ ആദ്യം 2 ക്യാൻസൽ ചെയ്തു, പിന്നെ ഒന്നും കൂടി 2 ക്യാൻസൽ ചെയ്തു. വൈ സ്ക്വയർ ബൈ 36 വന്നു. ഒറ്റടിക്ക് തന്നെ ക്യാൻസൽ ചെയ്യാം കേട്ടോ. 4 തന്നെ ഒറ്റടിക്ക് തന്നെ ക്യാൻസൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ എളുപ്പത്തിൽ കാൽക്കുലേഷൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ നമ്പർ ക്യാൻസൽ ചെയ്തത്. സോ ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 36 ഈക്വൽ ടു 1. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ 4 ആണ്, വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ 36 ആണ്. വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതാണ്. സോ ദിസ് ഇസ് സെക്കൻഡ് ടൈപ്പ് എലിപ്സ്. സെക്കൻഡ് ടൈപ്പ് എലിപ്സിന്റെ ഗ്രാഫ് സൈഡിൽ വരക്കാം. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 36 ഈക്വൽ ടു 1. Now here x സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ 4 ചെറുതാണ്, വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ബി സ്ക്വയർ ഈക്വൽ ടു 4, എ സ്ക്വയർ ഈക്വൽ ടു 36, ബി is equal to 2, a is equal to 6. Now relationship between a, b, c, a square equal to b square plus c square. So c square equal to a square minus b square. A square is 36, b square is 4, 36 minus 4 is 32. So c is equal to root 32. C is root 32. A equal to 6, b is equal to 2, a is equal to 6, b is equal to 2, c is equal to root 32. A is equal to 6, b is equal to 2, c is equal to root 32.
ഇപ്പോൾ ഈ എലിപ്സ് സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. മേജർ ആക്സിസ് അലോങ് y ആക്സിസ്. സോ ഫോക്കൈ 0 പ്ലസ് ഓർ മൈനസ് c, ദാറ്റ് ഇസ് 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 32. Vertices 0 plus or minus a, that is equal to 0 plus or minus 6. Length of major axis 2a, 2 into 6 equal to 12. Length of minor axis 2b, 2 into 2 equal to 4. Eccentricity c by a, which is equal to root 32 divided by 6. പിന്നെ വരുന്നത് റൂട്ട് 32 by 6 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ 32 equal to 4 into എന്താ വരുന്നത് 8 ആണല്ലേ. 4 into 8 അല്ലേ, 16 into 2 വരും. ശരിയാണ്. by 6 or 16 into 2 divided by 6. 32 is 16 into 2. Root of 16 is 4. So 4 root 2 divided by 6. Root of 16 is 4. So 4 root 2 divided by 6. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 2 ക്യാൻസൽ ചെയ്യാം. സോ ആൻസർ ഇസ് റൂട്ട്, ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്യണേ. 2 വരും, ഇവിടെ 3 വരും. 2 root 2 divided by 3. 2 root 2 divided by 3. Now length of lattice rectum is 2b square by a, that is 2 into 4 divided by 6. b square 4 ആണ്, b equal to 2 ആണ്, b square 4 ആണ്. 2 into 4 divided by a യുടെ വാല്യൂ 6 ആണ്. ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം, 4 by 3 എന്ന് വരും. സോ ആൻസർ ഇസ് 4 by 3. Now next one, 16 x square plus y square equal to 16. അപ്പോൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഈ 16 കൊണ്ട് എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്യണം. 16 x square divided by 16 plus y square divided by 16 equal to 16 by 16 1 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 16 ക്യാൻസൽ ചെയ്യാം. x square divided by 1 plus y square divided by 16 equal to 1. 16 ഉം 16 ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1 വരും. x square divided by 1 plus y square divided by 16 equal to 1. Now y square denominator ആണ് വലുത്. So equation is x square divided by b square plus y square divided by a square. ഏതാണോ വലുത് അതിനെ a square ആയിട്ട് എടുക്കണം, equal to 1. So b square equal to 1, a square equal to 16. b is equal to 1. b square 1 റൂട്ട് എടുക്കുമ്പോൾ 1 തന്നെ കിട്ടും. b is equal to 1, a is equal to 4. Okay, b is equal to 1, a is equal to 4. Now relationship between a, b, c is a square equal to b square plus c square. So c square equal to a square minus b square. a square 16, b square 1. 16 minus 1 is 15. c is equal to root 15. c is equal to root 15. സൈഡിൽ ഒരു റഫ് ഫിഗറും കൂടി വരച്ചു വെക്കാം. സെക്കൻഡ് ടൈപ്പ് എലിപ്സിന്റെ റഫ് ഫിഗർ വരക്കാം. a4 b1 c root 15. a is 4, b is equal to 1, c is equal to root 15. Now this is second type ellipse. Major axis along y axis. So foci is 0 plus or minus c, that is 0 plus or minus root 15. c is root 15. Vertices 0 plus or minus a, that is 0 plus or minus 4. Now length of major axis 2a, 2 into 4 equal to 8. Length of minor axis 2b, 2 into 1 equal to 2. Eccentricity e equal to c by a, root 15 divided by 4. Length of lattice rectum 2b square by a, 2 into 1 divided by 4. 2 cancel ചെയ്ത് പോകും, 1 by 2 എന്ന് വരും. 4x square plus 9y square equal to 36. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4x square divided by 36 plus 9y square divided by 36 equal to 1. അപ്പോൾ ഇവിടെ 4 ക്യാൻസൽ ചെയ്യാം. x square divided by 9. ഇവിടെ 9 ക്യാൻസൽ ചെയ്യാം. y square divided by 4 equal to 1. ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. x square by 9 plus y square by 4 equal to 1. ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. അതിൻ്റെ ഫിഗർ ഒന്ന് സൈഡിൽ വരച്ച് വെച്ചേക്കണം. x square by 9 plus y square by 4 equal to 1. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുക. x square divided by a square plus y square divided by b square equal to 1. So a square equal to 9, b square equal to 4. So a is equal to 3, b is equal to 2. Now relationship between a, b, c. a square equal to b square plus c square. So c square equal to a square minus b square.
9 minus 4 equal to 5. So C is equal to root 5. C is equal to root 5. A is equal to 3, B is equal to 2, C is equal to root 5. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ 6 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ എ ബി സി ഈ 3 വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ് എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. ഫോക്കൈ എക്സ് ആക്സിന്റെ മുകളിലാണ് വരുന്നത്. സോ ഫോക്കൈ പ്ലസ് ഓർ മൈനസ് C0, that is plus or minus root 50. Vertices plus or minus A0, that is plus or minus 30. Length of major axis 2A, 2 into 3 equal to 6. Length of minor axis 2B, 2 into 2 equal to 4. Eccentricity E equal to C by A, which is root 5 divided by 3. Length of lattice rectum 2B square by A, 2 into 4 divided by 3, which is 8 by 3. In each of the following, find the equation for the ellipse that satisfies given condition. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചാണ് ഇനി ചെയ്യാൻ പോകുന്നത്. കണ്ടീഷൻ തന്നിട്ടുണ്ടാകും, എലിപ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് തന്നിട്ടുണ്ടാകും. അത് ഉപയോഗിച്ചുകൊണ്ട് എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, തൊട്ട് മുന്നേ ചെയ്തത് ഇക്വേഷൻ തന്നു, 5-6 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇപ്പൊ നേരെ തിരിച്ചാ, കണ്ടീഷൻസ് തരും, ഫോക്കസും പിന്നെ വേർട്ടിസസും പിന്നെ എന്തെങ്കിലും കണ്ടീഷൻസ് 1-2 കണ്ടീഷൻസ് തരും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. വേർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 50, ഫോക്കൈ പ്ലസ് ഓർ മൈനസ് 40. വേർട്ടിസസും ഫോക്കൈയും തന്നിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് A0 ആണ് വേർട്ടിസസ്, പ്ലസ് ഓർ മൈനസ് C0 ആണ് ഫോക്കൈ. അത് 2 കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫോക്കൈ ഇരിക്കുന്നത് എവിടെയാണ്? എക്സ് ആക്സിസിന്റെ മുകളിലാണോ വൈ ആക്സിസിന്റെ മുകളിലാണോ നമ്മുടെ ഫോക്കൈ ഇരിക്കുന്നത്? ഏത് ആക്സിസിന്റെ മുകളിലാണ് ഫോക്കൈ ഇരിക്കുന്നത്? ഈ പോയിന്റ് എവിടെയാ ഉണ്ടാവല്? എക്സ് ആക്സിസിന്റെ മുകളിലാണ് ഫോക്കൈ ഇരിക്കുന്നത്. എക്സ് ആക്സിസിന്റെ മുകളിൽ. അപ്പൊ ആ പോയിന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയും, വേർട്ടിസസും എക്സ് ആക്സിന്റെ മുകളിൽ, ഫോക്കൈയും എക്സ് ആക്സിന്റെ മുകളിൽ. ഫോക്കൈ എക്സ് ആക്സിന്റെ മുകളിൽ വന്നതുകൊണ്ട് തന്ന എലിപ്സ് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എ സ്ക്വയർ, എ ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെ ഓർത്താലും മതി. എ ഇസ് ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, ഇതെങ്ങനെയാ മനസ്സിലാവുന്നേ? ഫോക്കൈ നോക്കണം. ഫോക്കൈ എക്സ് ആക്സിസിന്റെ മുകളിൽ വന്നാൽ ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. ഫസ്റ്റ് ടൈപ്പ് എലിപ്സിന്റെ ഇക്വേഷൻ എഴുതണം. നൗ given vertices തന്നിട്ടുണ്ട്. അതായത് പ്ലസ് ഓർ മൈനസ് A0 തന്നിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് A0 is പ്ലസ് ഓർ മൈനസ് 50. Now this implies A is equal to 5. A യുടെ വാല്യൂ 5 ആണ്. A is equal to 5. And also given foci equal to plus or minus C0. Given that it is equal to plus or minus 40. അപ്പോൾ C യുടെ വാല്യൂ എന്തായിരിക്കും? എന്താ C? 4. C is equal to 4. എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് A അറിയണം, B അറിയണം. എയുടെയും ബിയുടെയും വാല്യൂ അറിയാമെങ്കിൽ A സ്ക്വയറും B സ്ക്വയറും എഴുതിയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് A കിട്ടി, C കിട്ടി, B കിട്ടിയിട്ടില്ല. നമ്മളിനി B ആണ് കണ്ടുപിടിക്കേണ്ടത്. B കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പൊ B എങ്ങനെ കണ്ടുപിടിക്കും? We know that relationship between A, B, C is A square equal to B square plus C square. From this equation B square equal to A square minus C square. C square ne ingottekku edukkanam. A square minus C square. A is 5, A square is 25. C is 4, C square is 16. Okay, A 5, A square 25. C is 4, so C square is 16. 25 minus 16 is 9. So B is equal to 3. B കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് B square മതി. B square 9. So equation of ellipse is x square by A square plus y square by b square equal to 1. That is A square, A 5 ആണ്. അപ്പോൾ എന്തായിരിക്കും? x square divided by 25 plus y square divided by b square, b 3 ആണ്. അപ്പോൾ ഇവിടെ 9 വരും. b square 9 equal to 1. So equation is x square by 25 plus y square by 9 equal to 1. ഇതാണ് നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ.
Given vertices 0 plus or minus 13, foci 0 plus or minus 5. We have to find equation of ellipse. നമുക്ക് ഈ ഫോക്കൈ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഫോക്കൈ ഇരിക്കുന്നത് y ആക്സിസിന്റെ മുകളിലാണ്. സോ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. വേണമെങ്കിൽ ഒരു റഫ് ഫിഗർ സൈഡിൽ വരച്ച് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. ആ ഫോക്കൈ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫിഗർ ഇതുപോലെയാണ്. y ആക്സിസിലാണ് മേജർ ആക്സിസ്. സോ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് y square divided by a square equal to 1. y square ന്റെ ഡിനോമിനേറ്റർ വലുതായിരിക്കും. Given vertices equal to 0 plus or minus a, that is equal to 0 plus or minus 13. So what is a? A is equal to 13. And given foci equal to, foci is 0 plus or minus c, that is 0 plus or minus 5. So c is equal to 5. അപ്പോൾ എ കിട്ടി സി കിട്ടി. ഇനി ബി കണ്ടുപിടിക്കണം. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. സോ ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. എ സ്ക്വയർ, എ ഇസ് 13, എ സ്ക്വയർ ഇസ് 169, സി ഇസ് 5, സി സ്ക്വയർ ഇസ് 25. സോ ദിസ് ഇസ് ഈക്വൽ ടു 144, ബി ഇസ് ഈക്വൽ ടു 12. സോ ഇക്വേഷൻ ഓഫ് എലിപ്സ് ഇസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. That is x square divided by b square is 144 plus y square divided by a square, a 13, a square is 169 equal to 1. So this is the answer. X square by 144 plus y square by 169 equal to 1. ഇപ്പോൾ നമ്മൾ എക്സസൈസിലെ 11 പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ചെയ്തത്. എക്സസൈസിൽ മൊത്തത്തിൽ 20 പ്രോബ്ലംസ് ഉണ്ട്. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.